ദൈവസാന്നിധ്യം ഇറങ്ങി നിന്നാൽ, അധികാരത്തിന്റെ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിച്ചാൽ, വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ, പിന്നെ ഒരിക്കലും തമ്പുരാൻ പറഞ്ഞ ദൂതുകൾ മറച്ചു വെക്കാനോ മാഞ്ഞു പോകാനോ ദൈവം അനുവദിക്കുന്നില്ല. അത് തെളിഞ്ഞു തന്നെ നിൽക്കും. 2000 കൊല്ലം കഴിഞ്ഞാലും ഒരാളെ പറ, എഴുതിയത് തന്നെയാ. ഈ യേശു തന്നെയാ യഹൂദന്മാരുടെ രാജാവ്, നമ്മുടെ മശീഹ. നിന്റെ കുടുംബ തകരുവന്നല്ല, വഴുതെറ്റി പോകുന്ന കുഞ്ഞുങ്ങളല്ല, നിന്റെ കുടുംബത്തിന്റെ മീതയിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ശ്രമിക്കാൻ പറയാം. വാക്യത്തിലേക്ക് കയറാൻ സമയമായി. ദൈവം നിർണയിച്ച് നടക്കാമോ? തടസ്സങ്ങളിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. വിളിച്ചു പറ, ജീവകാലത്തൊരിക്കലും പറ, ജീവകാലത്തൊരിക്കലും ഓരോരുത്തരും എന്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കാൻ പറയാം. അധികാരതലങ്ങളുടെ മാറ്റങ്ങൾ എന്ന് പകലുണ്ടാവും. ഒരു ഉയർന്ന അധികാരത്തിലേക്ക് നിങ്ങൾ വരുന്നൊരു വാക്ക് പരിശുദ്ധാത്മാവിനെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. 7 ദിവസക്കാലം ദൈവസന്നിധിക്കണമെന്ന് കർത്താവ് എന്നോട് ആവശ്യപ്പെടുമ്പോ, അമ്മേ നിങ്ങൾ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എങ്കിലും ഇതേപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ അകത്ത് നടക്കും. ഒരാളെ പറയും. കാരണം അത് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേലെ ദൂത് വീഴണം. ദൈവസഭ ദേശത്ത് ഈ ഏപ്രിൽ മാസത്തിൽ പണ്ട് കോരശിന് തുറന്നതുപോലത്തെ ഒരു വാതിൽ ദൈവസഭയ്ക്ക് ഓപ്പണായി വരാൻ പോവാണ്. ഇടപെട്ടത് കൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും, ദുർഘടങ്ങളെ അകറ്റു, താമരക്കഥകളെ തകർത്തു, ഇരുപോരാമലുകളെ ഖണ്ഡിച്ചു കളയും. കരം ഉയർത്തിപ്പിടിച്ചൊരു ശബ്ദം കേൾക്കുക. നീ കേറുന്ന വീടുകളിൽ ദൈവത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടാൻ പറയാ. ദൈവത്തിന്റെ കൂടെ ഉണ്ടെന്ന്, ദൈവശക്തി നിന്റെ കൂടെ ഉണ്ടെന്ന്, ദൈവശക്തി നിന്റെ കൂടെ ഉണ്ടെന്ന് അടുത്ത ദേശം കാണാൻ പറയാ.